അപ്പൊ നമ്മളെന്നുള്ളത് മഞ്ചേരി ഒരു സൈറ്റിലാണ്. ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിണർ ഫുള്ള് നമുക്ക് കുറെ പുല്ല് കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൊത്തം ക്ലീൻ ആക്കിയിട്ട് ക്ലീൻ്റെ എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചണ്ടി വെള്ളത്തിക്ക് വീഴാതെ ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് അവിടെ എടുക്കാനാണ് പറഞ്ഞത്. അതേപോലെ ഇവിടെ ഒരു വാട്ടർ ടാങ്കിന്റെ ഒരു ക്ലീനിങ്ങും കൂടി ഉണ്ട്. നമുക്ക് കിണറൊന്നും നമുക്ക് കണ്ടല്ലോ. ശരി, ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ ഇതാണ് നമ്മുടെ കിണറ്. ഇതെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ചണ്ടികളൊക്കെ അതിൽ കിണറിൽ വീഴാതെ മേപ്പർ എടുക്കാനാണ് പറഞ്ഞത്. അപ്പം നമ്മൾ 2 ഫാന് വിലങ്ങിട്ടിട്ട് ഒരു 4-5 ഷീറ്റ് നിരത്തിയിട്ട് താർപ്പായും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചണ്ടികളൊക്കെ മൊത്തം താർപ്പായിക്ക് ആക്കിയിട്ട് പൊന്തിക്കാനുള്ള പരിപാടിയാണ്. അപ്പം നമുക്ക് ഉസാർക്ക് നാരങ്ങ ആക്കാനുള്ള സൈറ്റാണ് ഇവിടെ. കണ്ടു നോക്കി. അതേമാതിരി 4 മാസം അപ്പൊ നമ്മളിതാ ഫാനിട്ട് സീറ്റുകളൊക്കെ നിരത്തി കൊതുകുപോലൊക്കെ മൊത്തത്തില് റൗണ്ടിലിട്ടിട്ടുണ്ട്. ഇതാ ഈ ഷീറ്റും കൂടി ഒന്ന് മൊത്തത്തിൽ വെച്ചാല് ഫുള്ള് സെറ്റപ്പായി ഉസറാക്കി കൊടുക്കാനുള്ള നമുക്ക്. തുള്ളി ചണ്ടി പുറത്തൂല, തുള്ളി ചണ്ടി പുറത്തു പോകാൻ പാടില്ല. പുറത്തല്ല, ഉള്ളിക്ക് പോകാൻ പാടില്ല. എന്തേ ഉസാറാക്കിക്കൊണ്ടിരിക്കാണ്. കാണാൻ നമ്മള്
നമ്മളെ കിണറിന്റെ പണി മൊത്തം കഴിഞ്ഞിട്ടോ, പുല്ല് പറിച്ച് ഫുള്ള് ക്ലീൻ ആക്കി ഫുള്ള് സൈഡൊക്കെ വടിച്ചെടുത്തിട്ട് ചണ്ടിയൊക്കെ പുറത്ത് ഒഴിവാക്കിയിട്ട് നമ്മള് കിണത്തെ വെള്ളം നോക്കി, നല്ല മുത്ത് പോലത്തെ വെള്ളമാണ്. നോക്കി കിണത്തെ വെള്ളം ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ. കിണത്തെ വെള്ളം ഇല്ല, നല്ല മുത്ത് പോലത്തെ വെള്ളമാണ്. നമ്മൾ സൂപ്പറായി കൊടുത്തിട്ടുണ്ട്. ആർക്കാരും എന്തെങ്കിലും വാട്ടർ ടാങ്കിന്റെ ക്ലീനിങ്ങോ അല്ലെങ്കിൽ കിണർ ക്ലീനിങ്, അതേപോലെ കക്കൂസ് കുഴി ഇടിഞ്ഞു വെക്കുക, അങ്ങനെ എല്ലാ പണിയും നമുക്ക് പോകും. എന്തെങ്കിലും വിളിച്ചോളി, നമ്മൾ സെറ്റപ്പ് ആയി കൊടുത്തരാം.